to my YouTube channel. Very good. അച്ഛനെ മോനെയൊക്കെ Guys, we talk English only. Let's go to our room. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ വീട് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മളെ വീട്. പക്ഷെ ഇന്നലെ കല്യാണം ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പന്തലും കാര്യമെല്ലാം ഇട്ടിട്ടുണ്ട്. അതാണ് ഇത്ര ഡെക്കറേറ്റ് ആയിട്ട് കാണുന്നത് കേട്ടോ. ಇದಾನೆ ನಮ್ಮ ನಾನು ಕನ್ನಡ ಸ್ವಲ್ಪ ಮಾತಾಡ್ತೇನೆ, ನೀವು ಸ್ವಲ್ಪ ಕನ್ನಡ. ನಾನು ಕನ್ನಡ ಎಲ್ಲ ಸ್ವಲ್ಪ ಮರ್ತೋಗಿತ್ತು. ಅಪ್ಪ ಇದು ನಮ್ಮ ಅಪ್ಪಯ್ಯ ಅಣ್ಣ, ನಮ್ಮ ಮನೆ ಹತ್ರ ನೈಬರ್ ಮನೆ ಹತ್ರ. ಇವರಿಗೆ ಜಾಸ್ತಿ ಕನ್ನಡ ಗೊತ್ತುಂಟು, ಸ್ವಲ್ಪ ಜಾಸ್ತಿ ಇಲ್ಲ. ನನಗೆ ಸ್ವಲ್ಪ, ಇವರಿಗೆ ಜಾಸ್ತಿ ಗೊತ್ತುಂಟು. ಗಂಡನಿಗೆ ಕನ್ನಡ ಗೊತ್ತಿಲ್ಲ. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഹോം ടൂർ ചെയ്ത് കാണിച്ചു തരാമെന്ന്. അങ്ങനെ അത്ര ഇപ്പം ഫുള്ള് നീറ്റായിട്ടൊന്നും ഇല്ല വീട്, കാരണം കല്യാണമെല്ലാം ആയതുകൊണ്ട് ഫുള്ള് അലങ്കോലമായിട്ടുണ്ട്, റൂമും കിച്ചണും എല്ലാം. അപ്പോൾ ഞാൻ കുറച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീടും എൻ്റെ വീഡിയോസും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇവിടെയുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരാളെ കൂടി കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലെ മൂന്നാമത്തെ കുട്ടിയാണ്. അപ്പോൾ പുറത്തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കുഞ്ഞി നിങ്ങൾക്ക് എല്ലാവർക്കും ചാർലി ഉമ്മ തന്നു ഗൈസ്. വാട്ട്? ഓക്കെ, ഗോ ടു സ്ലീപ്, ബൈ. അപ്പൊ നമുക്ക് ഇനി വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാം. വരൂ ക്യാമറമാൻ, പോണം. അപ്പൊ ഇതാണ് നമ്മളെ വീട്. അപ്പോൾ ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, പിന്നെ ഇവിടെ കുറച്ച് ചെറിയൊരു ഗാർഡൻ ഉണ്ട്. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ നെല്ലിമരമാണ് കേട്ടോ. പന്തലെല്ലാം ഇട്ടത് കൊണ്ട് അത്ര മനസ്സിലാവുന്നില്ല ഇതിന്റെ സൗന്ദര്യം. പക്ഷെ പന്തലൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇത് കാണാൻ നല്ല രസമുണ്ട്. ഈവനിങ്ങിലെല്ലാം നല്ല രസമുണ്ട്, മഴ പെയ്യുമ്പോഴും നല്ല രസമുണ്ട്. ഇപ്പം ഫുള്ള് ഇതിന്റെ സൗന്ദര്യം കാണാൻ പറ്റുന്നില്ല. ಗಂಡನ್ಗುಂಟು, ಅಮ್ಮಂಗುಂಟು. ನಿನ್ನ ಫೋಟೋ ಇಲ್ಲ, ನಿನ್ನ ತಂಗಿ ಫೋಟೋ ಇಲ್ಲ. ನಿನ್ನೋಡಿಲ್ಲ. എന്റെ ഫോട്ടോ ഉണ്ടല്ലോ. ಇಲ್ಲ. എന്റെ ഫോട്ടോ ഉണ്ട്. ഞാൻ ಸ್ವಲ್ಪ ಕನ್ನಡದಲ್ಲಿ ಮಾತಾಡ್ತೇನೆ. ಸುಳ್ಳಿನಲ್ಲಿ ಮಂಗಳೂರಲ್ಲಿ ನಾನು ಜಾಸ್ತಿ ಕನ್ನಡ ಮಾತಾಡಿ മുമ്പേ കന്നും കൊച്ചും കന്നഡ പറഞ്ഞോണ്ടേ ഇപ്പൊ ഒന്നുമില്ല, സംസാരിക്കുന്നില്ലല്ലോ. ಇವರಿಗೆ ಕನ್ನಡ ಗೊತ್ತಿಲ್ಲ. ನಾನು ಒಬ್ಳಿಗೆ ಯಾರಿಗೆ ಮಾತಾಡ್ಬೇಕು ಯಾರಿಲ್ಲ ನನಗೆ. ಫೋನಲ್ಲಿ ನೀವು ಟೆನ್ಷನ್ ಸುಳ್ಳಿದವರಿಗೆ ಕೈ ಇಂಗ್ಲಿಷ್ ಅಲ್ಲಿ ಮಾತಾಡ್ತೀನಿ, ಕನ್ನಡದಲ್ಲಿ ಇಲ್ಲ. ಎಲ್ಲ ಹೋಯ್ತು ಇಲ್ಲಿ നമ്മള് ഫോട്ടോ എടുക്കുന്ന ಇಲ್ಲಿ ಎಲ್ಲ ഇങ്ങനെ പോലെ ഗാർഡനിലെല്ലാം പക്ഷേ കർട്ടൻ കവറാക്കിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അമ്മയുടെ ഗാർഡൻ. എനിക്ക് തോന്നുന്നു പിന്നെ നമ്മളെ കിണർ, പിന്നെ ചീര ഉണ്ട്, ചീര വലുതാവുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് പച്ചക്കറി ഉണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദാറ്റ്. കിണറ്റില് കുറച്ച് വെള്ളമുണ്ട്. കിണറെല്ലാം നമ്മൾ മിനിഞ്ഞാന്ന് ക്ലീൻ ആക്കിയതാണ്. വെള്ളമുണ്ട് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. പ്യുവർ വാട്ടർ, പ്യുവർ കിണറ്റിലെ വാട്ടറാണ് നമ്മൾ വീട്ടിൽ കുടിക്കുന്നത്. അടുപ്പ് ചൂടാക്കും, പക്ഷെ പച്ചവെള്ളം കുടിക്കാൻ, കിണറ്റിലെ പച്ചവെള്ളം കുടിക്കാനാണ് ഇഷ്ടം.
കുറച്ച് ചെടി വെച്ചിട്ടുണ്ട്. ഞാൻ വേറെ ദിവസം പന്തലിൽ ഊരിയ ദിവസം വീഡിയോ എടുത്തിട്ട് ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 2-3 ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് നമുക്ക് ഫോട്ടോസ് എല്ലാം എടുക്കാൻ പറ്റും. ഇത് കാർ പോർച്ച് ഏരിയ. മറന്നുപോയി പറയാൻ വേണ്ടി. കാർ പോർച്ച് ആൻഡ് സ്കൂട്ടർ പോർച്ച്. ഇനി ಒಳಗಡೆ ಹೊರಗಡೆ ಮಾಸಿದ್ದಾರೆ ಇಲ್ಲಿ ಯಾರು ಟೀಚರ್ ನೀನು ಹೌದು ಹೌದು ಹೌದು. പിന്നെ ഈ സൈഡിൽ ചെറിയ കുഞ്ഞു ഗാർഡൻ ഉണ്ട്. ഇതിൽ കുറച്ച് കല്ലിട്ടിട്ടുണ്ട്. പക്ഷെ ചാർലി കുട്ടൻ ഈ കല്ലെല്ലാം എടുത്ത് കളയും പുറത്തേക്ക്. ഇതിന് കുറച്ച് ഡേർട്ടി ആയിട്ടുണ്ട് ഇപ്പം. പിന്നെ ഇന്നലെ ഇവിടെ കുറെ ചെയറും എല്ലാ സാധനം എല്ലാം വെച്ചിട്ടുണ്ട്. കുറച്ച് ഡേർട്ടി ആയിട്ടുണ്ട് ഇപ്പം. കുഴപ്പമില്ല. പിന്നെ ഇതൊരു സിറ്റ് ഔട്ട്. ഇപ്പൊ നമ്മളെ എല്ലാരും വരുന്ന സമയത്ത് വെറുതെ ചില്ലാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടെ ഇരിക്കലുണ്ട് കേട്ടോ. 3 ചെയറുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ പറഞ്ഞു. ഹലോ ഗൈസ് പറയും. ഇതാണ് ഗൈസ് നമ്മളെ അമ്മമ്മ. അമ്മമ്മ ഹലോ ഗൈസ് പറയുന്നില്ല. അമ്മമ്മ വേറെ എന്തെങ്കിലും പറയും. അമ്മമ്മ എന്നെ പുച്ഛിച്ചു വിട്ടിരിക്കുന്നു. ഹായ് പറ. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ് എന്ന് പറ. ഹലോ ഗൈസ് എന്ന് പറ. യെസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പറയും. എങ്ങനെ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വെരി ഗുഡ്. അടുത്താളെ പിടിക്കാം ഗൈസ്. ഹലോ ഗൈസ്. വീണ്ട. ഇതാണ് ശരിക്കും കുഞ്ഞളയമ്മ. പക്ഷെ കുഞ്ഞളയമ്മ നല്ല വിളിക്കുന്നത് ശാന്തളയമ്മ. ಸ್ವಲ್ಪ ಗೊತ್ತುಂಟ ಸ್ವಲ್ಪ ಕನ್ನಡದಲ್ಲಿ ಮಾತಾಡಿ. ಹೇಗಿದ್ದಾರೆ ನೀವು? ಚೆನ್ನಾಗಿದ್ದೇನೆ. ಕನ್ನಡ ಮಲಯಾಳಿ ಮಾತ್ರ ಗೊತ್ತು, ಇವರಿಗೆ ಕನ್ನಡ ಬರುವುದಿಲ್ಲ. ಇವರಿಗೆ ಗೊತ್ತುಂಟು. ಇವರು ಹೇಳಿದ್ದು ಇವರಿಗೆ ಗೊತ್ತುಂಟು. ಎಲ್ಲುಂಟು എന്റെ ಗೊತ್ತುಂಟು, ಇವರಿಗೆ ಗೊತ್ತಿಲ್ಲ. തന്നെ ഒരു വലിയൊരു ഹോളാണ് കേട്ടോ. അപ്പൊ കേറുന്ന അതിന്റെ തൊട്ടിപ്പുറത്തെ സൈഡിലേക്ക് നമുക്കൊരു ലിവിംഗ് റൂം ഉണ്ട്. ഇവിടെ നമ്മളെ ഫ്രണ്ട്സും എല്ലാരും റിലേറ്റീവ്സ് എല്ലാം വന്നിട്ടായിരുന്നു. ഇവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്. പിന്നെ ഇവിടെ സീലിംഗ് ഇല്ല, ഫുൾ മേലേക്കാവും. രാത്രിയാകുമ്പോൾ ലൈറ്റ് ഇട്ടിട്ട് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫേവറേറ്റ് ആയിട്ടുള്ള സ്പേസ്. എടുത്തത് കാണിച്ചില്ലേ, ഞാൻ രാത്രി ഒന്നും കൂടി കാണിക്കാം. ഇനി ഞാൻ പോവാം. സോഫയിൽ അപ്പൊ ഇതാണ് നിങ്ങളുടെ ഹോള്. നോക്കണ്ട കേട്ടോ, കാരണം ഇന്നലെ കല്യാണം ഡ്രസ് വെള്ളം ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പൊ ഇതാണ് നമ്മുടെ വിശാലമായ ഹോള്. ചിലപ്പോ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും ഈ ഏരിയ. നമുക്ക് പൂജാമുറിയില്ല, ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു പൂജാമുറി. ഇതാണ് നമ്മുടെ പൂജാമുറി കേട്ടോ. ക്യൂട്ട്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ്. ഇപ്പോഴും
ഫ്ലോറെല്ലാം കുറച്ച് ഡേർട്ടി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ മൈൻഡ് ആക്കുന്നത്. പിന്നെ ഇത് താഴെ 2 ബെഡ്റൂം. ഞാൻ ഫസ്റ്റ് റൂം ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം. ഇത് ഇവിടെ നമ്മളെ കുട്ടിൻ്റെ മുറ്റിന് കുറെ കളക്ഷൻസ് മുന്നത്തത്. ഇതെല്ലാം കുട്ടും മുത്തും ആറ്റു നോക്കി സൂക്ഷിച്ചു വെക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. ഇത് വലിയ വണ്ടി മുമ്പിൽ വെച്ചിട്ട് കുഞ്ഞു വണ്ടി ബാക്കിൽ വെച്ചിട്ട് കാണുന്നില്ല. കുഞ്ഞു വണ്ടിയെല്ലാം കാണിക്കും. These 2 boys are very crazy about വണ്ടി പ്രാന്തന്മാർ. നമുക്ക് ലോറി നോക്ക് എത്ര ചെറുത്ത്, എന്ത് ക്യൂട്ടത് ഇത് വണ്ടിയില. പിന്നെ ഇതില് കൂട്ട്നെസ് ആയിട്ടുള്ളത് ഇത് നമ്മളെ പണ്ടത്തെ ഏതോ കാർട്ടൂണിലുള്ള കാറല്ലേ കുട്ടു. ഞാൻ കൂട്ടായിട്ടില്ല, എല്ലാം കൂട്ട്. വാ, ഇത് നമ്മളെ ആട് ചൂടിലെ ബസ് അല്ല, ആട് സിനിമയിലെ ബസ്. ഗുഡ് 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 ക്യൂട്ട്. പക്ഷെ ഈ ബസ് ഇതിന് ഡോറുണ്ട് കേട്ടോ. ഈ സൈഡിലാണ് 2 ഡോറുള്ളത്. ഇത് നല്ല ക്യൂട്ടല്ലേ. പിന്നെ വലിയ വണ്ടി വലിയ ക്യൂട്ടൊന്നുമില്ല. ആംബുലൻസ് വരെ ഉണ്ട് ഗൈസ്. പിന്നെ ട്രക്കുണ്ട്, ജീപ്പുണ്ട്, കുറെ കാറുണ്ട്. ഇതെന്ത് അംബാസഡറാ? അയ്യേ, ഇതിനൊരു സീറ്റ് ഇല്ല. ഇതേത് കാറിടാ? ഇതേത് കാർ കിട്ടു? മസറാട്ടി. എന്താണ് മസറാട്ടി? മസറാട്ടി ഗ്രാൻഡ് കൂപ്പേ. I don't know. Sorry guys, I don't know about cars. മസറാട്ടി ഗ്രാൻഡ് ടൂറിസ്മോ. പിന്നെ കൂട്ടാസ് ഒരു മഞ്ഞ കാറുണ്ട്. ഇത് കാർ കിട്ടു. ഇതെന്ത് കാറ്? So many cars we have, but we don't know the names. Okay. ബുൾഡോസർ ഇട്ടു. നീ ബുൾഡോസർ ഒറിജിനൽ അപ്പുറത്തുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. നമുക്കൊരു ഫുൾ മിററും ഉണ്ട് കേട്ടോ. ഫുൾ മിറർ കാണിച്ചു തരാം. നമ്മളെ ഫുൾ മിററും ഉണ്ട് നമുക്കിവിടെ. എല്ലാ റൂമിലും ഏകദേശം നമ്മൾ ഫുൾ മിറർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റും കൂടി ഉണ്ട്. ടോയ്ലറ്റ് അല്ല, ബാത്റൂം, സിമ്പിൾ ബാത്റൂം. പിന്നെ ഇത് വന്നിട്ട് ഇപ്പൊ ഭയങ്കര അലങ്കോലമായിട്ടുണ്ട്. ഇതൊരു എക്സ്ട്രാ സ്പേസ്. ഇതിൽ നമ്മൾ വാഷിംഗ് മെഷീനും അയണിങ് ടേബിളെല്ലാം വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കുറെ തുണി ഉണ്ട് കഴിച്ചതൊന്നും അതിനകത്തേക്ക് കേട്ടോ. ദിസ് ഈസ് അവർ ലോണ്ടറി ഏരിയ. പിന്നെ ഇത് ഇന്നലെ വലിയ കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റ്. ഇന്നലെ വന്നപ്പോൾ കുറച്ച് ഇനിയും ഉണ്ട് കേട്ടോ ഗിഫ്റ്റ്. ഇതുവരെ ഓപ്പൺ ചെയ്യാത്തത്. ഏരിയയിൽ ഓപ്പണാണ്. നമ്മുടെ ഇവിടെ ഒന്നും സാധനമൊന്നും വെച്ചില്ല. ഇത് നമ്മുടെ ഡൈനിങ് ടേബിൾ. 8 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ. ഇതും ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് തന്നെ പറയാം. കാരണം നമ്മളൊരു ഇരിക്കുന്ന സമയത്ത് ആ മുകളിൽ നിന്ന് ലൈറ്റ് ഇപ്പോൾ അല്ല, ഒരു ഈവനിങ് എല്ലാം ആകുമ്പോഴത്തേക്ക് നല്ല ലൈറ്റ് വരും. അപ്പോൾ ഇവിടെ ഇരുന്ന് ഒന്ന് റിലാക്സ് ആക്കാൻ നല്ലൊരു സ്പേസാണിത്. പിന്നെ ചില സമയത്ത് ഭയങ്കര വെയിലുണ്ടാകുന്ന സമയത്ത് ഈ മുകളിൽ ഈ ഗോപുരത്തിൽ നിന്ന് കുറച്ച് ഓവർ ലൈറ്റ് ആയിട്ട് പോകും. പക്ഷേ ഇത്ര കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇത് നമ്മുടെ ടി വി ഏരിയ. ഇത് ടി വി നോക്കുന്ന സുന്ദരിയായ യുവതിനെ കണ്ടു. കാലം തെറ്റി ടി വി നോക്കുന്ന നമ്മുടെ വീട്ടിലെ സുന്ദരിയായ യുവതി. പിന്നെ നമ്മുടെ ടി വി. ഇപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിൻ്റെയും ഇവരെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ, നമ്മളെ കല്യാണത്തിൻ്റെ ഫോട്ടോ. ഇനി കുറേ എണ്ണം വെക്കാനുണ്ട്. ഇതെൻ്റെ ബ്രദർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തു. ഇപ്പുറത്തെ സൈഡ് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ വാഷ് സ്പേസ് ഉള്ള ഏരിയ. ഇവിടെ നമുക്ക് ഫുൾ മിററുണ്ട്. ഫുള്ളല്ല, എന്നാലും ഫുൾ മിററുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം, കോമൺ ടോയ്ലറ്റ്.
പിന്നെ ഒരു റൂമും കൂടി ഉണ്ട് താഴെ. ണ്ട് ഇവിടെ നമുക്കൊരു ഫുൾ മിറർ ഉണ്ട്, ഒരു ബാത്റൂം ഉണ്ട്, സെയിം ലൈക്ക് മറ്റേ റൂം വീഡിയോ ഉണ്ട്. ഇനി ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവരും സെയിം ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടിലേക്കാണ് കേട്ടോ. കാരണം ആര് വന്നാലും ഫസ്റ്റ് പോയിട്ടിരിക്കുന്ന സോഫയിൽ ചേർന്ന് വേറൊരു സ്ഥലത്താണ്. ഇതാണ് നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട്. നമ്മ വൈകുന്നേരം ആരെങ്കിലും വന്നാലോ നമ്മളെല്ലാം വെറുതെ ആലോചിക്കുമ്പോഴല്ല ഇതിങ്ങനെ ഒരിക്കൽ അങ്ങോട്ട് നോക്കും. ഇപ്പൊ ആണെങ്കിൽ ഭയങ്കര വെയിലുണ്ട്, കാരണം ഇപ്പൊ ഉച്ച ടൈം. വൈകുന്നേര സമയത്ത് അത്ര വെയിലില്ല. ആ സൂര്യൻ ഇങ്ങനെ താഴ്ന്ന സമയത്ത് കാണാനും അങ്ങോട്ട് കാണിക്കിട്ടു, അങ്ങോട്ട് കാണാനും തല്ലിണ്ട്. ഇവിടെ ഇരുന്നിട്ട് വെറുതെ ചില്ലാക്കാനും നല്ല രസം. അതെല്ലാം അച്ഛൻ്റെ കൃഷിയാണ് കേട്ടോ, വാഴയും കഴുകും കവുങ്ങും. പിന്നെ എല്ലാരും വന്നാലും ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. വെരി വെരി ഗുഡ് പ്ലേസ്. നമുക്ക് ഏകദേശം എല്ലാ ഏരിയയിലും ചുമരില്ല, ഏകദേശം ഫുള്ള് ഗ്ലാസ് ആണ്. ഇതും ഒരു ഗ്ലാസ്. എല്ലായിടത്തും ഏകദേശം എല്ലായിടത്തും മുകളിലായാലും താഴെയായാലും ഓൾമോസ്റ്റ് എല്ലാം ഗ്ലാസ്. അമ്മമ്മ ശരിയാ. വേണ്ട വിട് വിട് വിട്, കാലുതായ വെക്കുക പേടിയാ നിങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോ. വണ്ടറിലാക്കാലോ, അച്ചു നിന്റെ മോനെയാക്കാം. വേണ്ട ഒരു കാലത്ത് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് വീട്ടില്. എന്താ പറയണ്ടേ, രണ്ട് വലിഞ്ഞു കയറിച്ച് രണ്ടാൾക്കാർ വരുന്നുണ്ട്. എന്തോ കൊട്ടയിലെല്ലാം ഞേറ്റിക്കൊണ്ട് വരുന്നുണ്ട്. അച്ചു തല്ലാൻ പോകുന്ന പോലെ വരുന്നുണ്ട്. വെൽക്കം ഹോം അച്ചു. Welcome home. It's out there. Why So so hot. late? Why you are not ready? No, father went Chamanad. So once come back, we will go together. Why? We cannot go fast. Here nobody. Achama is here. Achama is here. 2-3 people are there. Same, I did take Why? part. Why? Achama is here. Guys, 2-3 people are talk here. English only. Yeah. Hey, talk to me. Talk to me, Daddy. Talk to me. Hey, old man. 4 people are here. Why you need 4 people here? No, otherwise cannot go. Why cannot go? Because Muthu. നമ്മൾ ഇന്ന് എവിടെയാ പോന്നെ? കള്ളുടിക്കാൻ. എങ്ങോട്ട്? Chatti, Chatti shop. നാളെ പോന്നെ? Eh? നാളെ Why not? നാളെ പോന്നെ? പിന്നെ അതൊരു like almost around 2 to 3 it will be better because there is some scenery also, so we can see the scenery also. What scenery in 2 to 3? Like The sun? the sun, the hill, The morning also no sun. The hill only come after 2. No, very sunny. I will become tan. Oh man. I just put a sunscreen. This is the father. Varakule vachi. Who went out? Muthu. Papa cake with the pola. ക്രിക്കറ്റ് ടയർ പഞ്ചറായി പിന്നെ. Where? ആ Panjarala. എനിക്കൊന്ന് പഞ്ചർ അടക്കണം തോന്നുന്നു. എല്ലാവരും തരേണ്ടതാണ്.
അതുകൊണ്ടാ മോൻ ഇതെടുത്തത്. നമുക്ക് കിച്ചണിലേക്ക് പോകാം. ജലക്കാരി നമ്മുടെ ജലക്കാരി. ആ, ഇതാണ് നമുക്ക് ആക്ച്വലി 2 കിച്ചൺ. നമ്മൾ ഈ കിച്ചണിൽ അങ്ങനെ കുക്ക് ചെയ്യുന്നില്ല. കുറെ ആൾക്കാരെ വരുമ്പോൾ നമ്മളെ കുറിച്ച് ചിലപ്പോ ഈ നാട്ടിൽ എല്ലാ ആ കട്ടിലെ കാര്യം തരണ്ട. ഞാൻ മുമ്പിൽ വണ്ടി. ഇപ്പൊ ഇതാണ് നമ്മളെ കിച്ചൺ. ഈ കിച്ചൺ നമ്മൾ കുക്ക് ചെയ്യില്ലല്ലോ, നമ്മൾ ഒന്ന് തിന്നൽ മാത്രമേ ഉള്ളൂ. കമ്മാണ് സാധനങ്ങളെല്ലാം വെച്ച് വരട്ടിട്ടുണ്ട്. ഒന്നും നോക്കണ്ട, കാരണം എന്തൊരു കല്യാണം നടന്ന വീടാണ്. ഇതാണ് കിച്ചണിന്റെ പുറത്തേക്കുള്ള ഏരിയ. ഇവിടെ ശരിക്കും നമ്മുടെ പാത്രങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ അടുപ്പൊന്നുമില്ല. പിന്നെ ഇതൊരു നനക്കുന്ന കല്ല്, എന്റെ ഇംഗ്ലീഷ് വാഷിംഗ് സ്റ്റോൺ. പിന്നെ ഇതാണ് കുറച്ച് പുറത്തേക്കുള്ള ഏരിയ. പിന്നെ ഇവിടെ കുറച്ച് ചെറിയ ചെറിയ കൃഷിയുണ്ട്. പിന്നെ ഇതാണ് ചാർലിന്റെ വീട്. പക്ഷെ ചാർലി ഒരിക്കലും ഇതിന്റെ ഉള്ളിൽ കിടക്കലില്ല. ഓന് ബെഡ്റൂമിലേക്ക് കിടക്കാൻ പറ്റും. ചാർലി എവിടെയെങ്കിലും പോകുമ്പോ താക്കോലുണ്ട് ലോക്ക് ചെയ്ത് പോകും. അല്ലെ കെട്ടുകൊണ്ട് പോകും ഗൈസ്. പക്ഷെ ഇത് ഓടാണ് ഗൈസ്. ഇത് തുറക്കാൻ എടുക്കാൻ പറ്റി മാറ്റാൻ പറ്റില്ല. നമുക്കൊരു ചെറിയൊരു സ്റ്റോർ റൂം ഉണ്ട്. അതിൽ ചിലപ്പോ കള്ളിന്റെ ഉപ്പി ഉണ്ടാവും. മീനാന്ന് പിടിച്ചേ. താഴത്തതെല്ലാം ഞാൻ കാണിച്ചു. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിലേക്ക് പോവാം. നിങ്ങൾ ഈ വീഡിയോ പകുതിയിൽ വെച്ച് നിർത്തിയിട്ട് പോകരുത്. കാരണം പകുതി വരെ നല്ല വൃത്തിയിൽ ഞാൻ എടുത്തിട്ടില്ല. ബാക്കി പകുതി അച്ചു കൊളാക്കുന്നുണ്ട് ഗൈസ്. ഇവനെ ഞാൻ മിക്കവാറും ഞാൻ കൊല്ലും. ഇതാണ് നമ്മുടെ മോളത്തെ സ്പേസ്. ഇവിടെ നമുക്ക് 3 റൂമുണ്ട്. 1 2 3. ഇവിടെയാണ് നമ്മുടെ റൂം. അപ്പൊ ഞാൻ പുറത്തത്തെ സ്പേസ് ഇങ്ങനെ വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ ഇല്ല. നമുക്കൊരു ഗ്ലാസ് ഉണ്ട്. അപ്പം ഇതൊരു ജസ്റ്റ് ഒരു ടേപ്പ് എന്തെങ്കിലും വെച്ചതിന് പറഞ്ഞില്ലേ. ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എന്നെ 2-3 പ്രാവശ്യം നേരെ വെച്ച് ഇവിടെ ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്കിത് മനസ്സിലാവില്ല. കാരണം സെയിം ഇവിടെ ഓപ്പൺ ഉള്ള പോലെ കാണുന്നത്. അതുകൊണ്ട് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഇവിടെ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം മുകളിൽ ഇതാണ് നമ്മുടെ ഗോപുരം. മൊട്ടമാടി. കാറിന്റെ മുകളിൽ മൊട്ടമാടി ഉണ്ടാവില്ല. അതേപോലെ നമ്മുടെ വീടിന്റെ മൊട്ടമാടി. മുകളിൽ നമുക്ക് 3 റൂമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ റൂമിൽ പോവാം. അപ്പൊ ഇതൊരു ഇവിടെ നമ്മൾ ഗസ്റ്റ് ആരെങ്കിലും വന്നെങ്കിൽ താമസിക്കുന്നുണ്ട്. ഓപ്പൺ ആക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഇവിടെ വീടിന്റെ പണിയെടുക്കുന്നുണ്ട്. നമ്മൾ ഓപ്പൺ ആക്കണ്ട. ഫുള്ള് പൊടി വരുന്നു വീട്ടിലേക്ക്. ഇതാ ബുൾഡോസർ ഉണ്ട് ഗൈസ് ഇവിടെ. ഓക്കേ ക്ലോസ്. ഇവിടെ അങ്ങനെ തന്നെ ഒരു ഫുൾ സൈസ് മിറർ ഉണ്ട്, ഒരു കബോർഡ് ഉണ്ട്, പിന്നെ ബാത്റൂം ഉണ്ട്.
കുറച്ച് ഡ്രസ്സെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ മൈൻഡ് ആക്കണ്ട കേട്ടോ. ഇനി നമുക്ക് എന്റെ റൂമിലേക്ക് പോവാം. Come on. Let's go to our room. അതെപ്പോഴും അലങ്കോലമായി ഗൈസ് കിടക്കണം. ഇനി തൊട്ട് നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം കേട്ടോ. ഇതാണ് നമ്മുടെ റൂം. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. നമുക്ക് കുഷ്യൻ ഉള്ളത്. അപ്പോ ഡൈനിങ് റൂമോ? പിന്നെ നമുക്കൊരു ബാൽക്കണിയും കൂടി ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഓപ്പൺ ആക്കലില്ല. ഇവിടെ നമുക്ക് ഈവനിങ്ങിലും മോർണിംഗിലും നല്ലൊരു ഫീൽ കിട്ടുന്ന ഒരു സ്പേസ് ആണ്. കാരണം രാവിലെ എല്ലാം ഇപ്പൊ കുറച്ച് മഞ്ഞെല്ലാം ഉണ്ട്. അപ്പൊ രാവിലെ ഇങ്ങനെ മഞ്ഞിങ്ങനെ ഉണ്ടാവും, പുകയെല്ലാം ഉണ്ടാവും. അപ്പൊ സൂര്യൻ ഇങ്ങനെ പൊന്തി വരുന്നതെല്ലാം കാണാൻ നല്ല ഇവിടെ മുകളില് ഗ്ലാസ് ആണ് കേട്ടോ, റൂഫ്. അപ്പൊ ഡയറക്റ്റ് സൺ ഇങ്ങനെ അടിക്കുന്നു. ഇത് ഇവിടെ റൂം ബെഡ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഡ്രസ്സിംഗ് റൂം എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവാം കേട്ടോ. ഇത് അപ്പൊ ഇത് കുട്ടുവിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പേസ് ആണ്. കുട്ടു കൊറേ വേണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ചെയ്തൊരു സ്പേസ് ആണ് ഇത്. പക്ഷെ ഈ നമുക്ക് ക്ലോസ് ചെയ്യാനൊന്നും പറ്റൂല. ഇത് ഡ്രസ്സെല്ലാം ഫുൾ ഓപ്പൺ ആയിട്ട് തന്നെ കാണാൻ പറ്റും നമുക്ക്. പിന്നെ ഇത് നമ്മുടെ സ്യൂട്ട്കേസ് നമ്മള് സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ വെച്ചത്. പിന്നെ നമുക്കൊരു മേക്കപ്പ് മിറർ ഉണ്ട്, മേക്കപ്പ് ചെയർ ഉണ്ട്. പിന്നെ നമ്മുടെ ബാത്റൂം ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു റൂം ടൂർ ചെയ്യുന്നത്ര ഉണ്ട്. ഇതാണ് നമ്മളെ വിശാലമായിട്ടുള്ള ബാത്റൂം. നമുക്ക് ബാത്ടബ് ഒക്കെ ഉണ്ട്, പക്ഷെ നെവർ യൂസ്ഡ്. അപ്പോ എപ്പോഴും റെഡിമെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഇവിടെ നമുക്കൊരു വാഷ് ബേസിനും മിററെല്ലാം ഉണ്ട്. നമുക്ക് രാവിലെ പല്ല് തേക്കുമ്പോൾ കാണണ്ടേ, നമുക്ക് പല്ല് തേക്കുന്നത് വെറുതെ പല്ലക്ക് കാണണ്ടേ. അപ്പൊ ഇതാണ് ഞങ്ങള് കുറുനരി ഓടുന്നു. കുറുനരി ഓടിപ്പോയി ഗൈസ്. അപ്പൊ എപ്പോഴും ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ 10-15 ദിവസമേ നിന്നിട്ടുള്ളൂ. പക്ഷെ എനിക്ക് സിംഗപ്പൂരേക്ക് പോയിട്ട് എനിക്ക് ഏറ്റവും മിസ് ചെയ്ത സ്ഥലം ഈ റൂമാണ്. കടന്നിട്ട് എനിക്ക് മതിയായിട്ടില്ല. ഭയങ്കര ഫീലുള്ള സ്ഥലമാണ് ഇത്. അപ്പൊ ഇനി ഒരു റൂമും കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അത് മുട്ടിന്റെ റൂമാണ്. റൂമിൽ കുറച്ച് സാധനം ഇതാ നമുക്ക് വേണ്ടിട്ട് മീനു ജ്യൂസ് ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് വേഗം കുറച്ച് കുടിക്കാല്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് പേര് കൊള്ളാൻ I think they looked. നമുക്ക് വേറെ ദിവസം കാണിക്കാം. ഇത് പുറത്തേക്കുള്ള സംഭവം പറഞ്ഞെങ്കിൽ ആൾക്കാർ വരുമ്പോൾ നമുക്ക് വെള്ളടി പാർട്ടി നടത്താനുള്ള സ്പേസ്, നല്ലൊരു സ്പേസ് ആണ്. ഇപ്പം കല്യാണമെല്ലായതുകൊണ്ട് ഇന്നലെ അതിന് മുന്നത്തെ ദിവസം നമ്മളുടെ വെള്ളടി പാർട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ ആൾക്കാർക്ക് വേറെ ആർക്കും ഡിസ്റ്റർബൻസും ഇല്ല, ഇഷ്ടംപോലെ സ്പേസും ഉണ്ട് നമുക്ക്. അതിന് മുമ്പേ നമ്മള് മഴയുള്ള സമയത്ത് നമുക്കിവിടെ നമ്മള് തുണി ആറിടാൻ വേണ്ടിട്ട് യൂസ് ആക്കുന്ന സ്ഥലമുണ്ട്. അതിനും വേണ്ടിട്ട് കുറെ സ്പേസ് ഉണ്ട്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പൊ ഇതൊരു മൾട്ടിപർപ്പസ് റൂമാണ് ഇത്. ഇവിടെ അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കാറൊന്നുമില്ല. ജസ്റ്റ് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് മാത്രം. ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വരലുണ്ട് എന്നല്ലാതെ ഇവിടെ അങ്ങനെ നമ്മൾ യൂസ് ആക്കില്ല. പിന്നെ അച്ഛൻ അടക്കം ഉണക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇടലുണ്ട്. കാരണം ഡയറക്റ്റ് ലൈറ്റ് അടിക്കുക, സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് അടക്കം നല്ല ഭംഗി ഉണങ്ങും.
പിന്നെ ഇതെല്ലാം കല്യാണത്തിന്റെ ഡെക്കറേഷൻ. നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഭജനമന്ദിരാണ്. അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് അവിടെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം എല്ലാം ആകുമ്പോൾ ഭജനമന്ദിരത്തിൽ നിന്ന് പാട്ട് കേൾക്കും എപ്പോഴും. ആ സമയത്ത് ഒരു നല്ല ഫീൽ കിട്ടുന്നുണ്ട്. കാരണം വൈകുന്നേരം പുറത്തിരുന്നിട്ട് ചായ കുടിക്കുമ്പോൾ ഉണ്ടാവും ആരും നല്ല പാട്ട് കേൾക്കുന്നത്. അപ്പൊ നമുക്കൊരു നല്ല ഫീൽ ഉണ്ടാവും. അങ്ങനെ പിന്നെ അത്രേ ഉള്ളൂ. ഇത് ഡെക്കറേഷനെല്ലാം അയച്ചിട്ട് ഞാൻ വാങ്ങുന്നു. ഞാൻ ചെറിയൊരു ക്ലിപ്പും കൂടി ഇതിന്റെ കൂടെ ഇടാം. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഹോം ടൂർ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ബാക്കി വീഡിയോസ് എല്ലാം കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീട് കുറച്ച് അലങ്കോലായിട്ടുണ്ട്. കാരണം ഇന്നലെ കല്യാണം ആയതുകൊണ്ട് ഇന്നലെ കുറേ ആൾക്കാരായിരുന്നു. ഇന്നലെ മിനിയാന്ന് ഞങ്ങൾ വന്ന ദിവസം തൊട്ടേ ഫുൾ ആൾക്കാരായിരുന്നു. അപ്പം ക്ലീൻ ചെയ്തുകൊണ്ടുണ്ട്. പക്ഷേ കുറച്ച് ഡേർട്ടിയാണ്. സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ക്ലീനിങ് ബാക്കിയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ. കൊന്നു ഗൈസ്. ഞാൻ എന്റെ വടി കൊണ്ടായിട്ട് പൊട്ടിക്കും, ഊരിട്ട് പൊട്ടിക്കും. ഇവളെടുക്കണില്ല. പിന്നെ ഞാൻ അതിന് ഓളെടുക്കും. ഇതെന്താ അതിന് ഓളെടുക്കും. ആടി ഇതാരാ? കറിയുണ്ടോ? ഓക്കെയാ? സെറ്റായാ?